ഹലോ എവ്രി വൺ. ബേബി ഗേളിൻ്റെ ബാപ്റ്റിസം സെറ്റ് പാറ്റേൺസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഫസ്റ്റ് കാണിക്കുന്നത് ഓർഗൻസ ഫാബ്രിക്കിൽ ചെയ്തിരിക്കുന്ന ഒരു ബാപ്റ്റിസം ഫ്രോക്കാണ്. പ്ലീറ്റഡ് പാറ്റേണിലാണ് ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഫ്രോക്കിൻ്റെ യോക്ക് പോർഷനിലായിട്ട് ഹാൻഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. 4 ഷെയ്ഡിൽ ത്രെഡ് ഇട്ടിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ എൻഡ്സിൽ ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. 2 ലെയേഴ്സിലായിട്ടാണ് ഈ ഒരു ഫ്രോക്കിൽ പ്ലീറ്റ്സ് ആഡ് ചെയ്തിട്ടുള്ളത്. മാച്ച് ചെയ്ത് ഒരു ഹെയർ ബാൻഡും കൂടെ കൊടുത്തിട്ടുണ്ട്. 4 ടൈപ്പ് ലേസുകൾ ഈ ഒരു ഫ്രോക്കിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഫ്രോക്ക് വരുന്നത് നെറ്റ് ഫാബ്രിക്കിൽ ചെയ്തിട്ടുള്ളൊരു ഫ്രോക്കാണ്. ഈ ഒരു ഫ്രോക്കിൻ്റെ യോക്ക് പോർഷനിൽ എംബ്രോയിഡർഡ് നെറ്റ് ഫാബ്രിക് കൊടുത്ത് ലോവർ പോർഷനിൽ ഒരു ലേസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനത്തെ ലേസുകളെല്ലാം നമ്മൾ ആപ്ലിക് വർക്ക് ചെയ്തിട്ടാണ് ഫാബ്രിക്കിലോട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ബാക്ക് പോർഷനിൽ എംബ്രോയിഡർഡ് നെറ്റ് ഫാബ്രിക് വെച്ചിട്ട് തന്നെ ഒരു ബോവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി സ്കാലോപ്ഡ് എഡ്ജസ് ആയിട്ട് വരുന്ന ലേസുകളാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് ഫ്രോക്ക് വരുന്നത് നെറ്റ് ഫാബ്രിക്കിൽ തന്നെ ചെയ്തിരിക്കുന്ന ഫ്രോക്കാണ്. ഈ ഒരു ഫ്രോക്കിൻ്റെ താഴെ നല്ല വിട്ടുള്ളൊരു ലേസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഒരു 10 ഇഞ്ച് വിട്ടുള്ള ലേസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. യോക്ക് പോർഷൻ എംബ്രോയിഡർഡ് നെറ്റ് ഫാബ്രിക്കാണ് കൊടുത്തിട്ടുള്ളത്. വേസ്റ്റ് ലൈനിലായിട്ട് ഒരു ഫ്ലോറൽ വേസ്റ്റ് ബാൻഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വേസ്റ്റ് ബാൻഡ് ഡിറ്റാച്ചബിൾ ആണ്. വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാറ്റി വെച്ചിട്ട് വാഷ് ചെയ്ത് തിരികെ അറ്റാച്ച് ചെയ്യാവുന്നതാണ്. ബാക്കിലായിട്ട് ഒരു ബോ കൊടുത്തിട്ടുണ്ട്. പ്ലീറ്റഡ് പാറ്റേണിൽ ബേബിക്ക് ഫുൾ ലെങ്ത് ആയിട്ടാണ് ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫ്രോക്കിൻ്റെ കൂടെ മാച്ച് ചെയ്ത് ബൂട്ടീസും ഹെയർ ബാൻഡും ചെയ്തിട്ടുണ്ട്. ബൂട്ടീസിലും ഹെയർ ബാൻഡിലും ബേബി പിങ്ക് ആൻഡ് ഓഫ് വൈറ്റ് ഷെയ്ഡിലെ ഫ്ലവേഴ്സ്, ഡ്രൈ ഫ്ലവേഴ്സ് വെച്ചിട്ട് ആണ് മാച്ചിങ് വരുത്തി ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫ്രോക്കിൻ്റെ ലോവർ പോർഷനിൽ കാണുന്ന ലേസും ആപ്ലിക് വർക്ക് ചെയ്തിട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഫ്രോക്ക് അഗെയിൻ നെറ്റ് ഫാബ്രിക്കിൽ ചെയ്തിരിക്കുന്ന ഫ്രോക്കാണ്. ഈ ഒരു ഫ്രോക്കിൻ്റെ യോക്ക് പോർഷനിലായിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ലൈറ്റ് പീച്ച് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളത്. ആ സെയിം ഹാൻഡ് വർക്ക് ചെറുതായിട്ട് ഫ്രോക്കിൻ്റെ ലോവർ പോർഷനിലേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് സ്കാറ്റർ ചെയ്തിട്ടുണ്ട്. ബാക്ക് പോർഷനിൽ വീനക്ക് കൊടുത്ത് ഒരു ബോ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പഫ് സ്ലീവ്സ് ആണ് ഈ ഒരു ഫ്രോക്കിന് കൊടുത്തിട്ടുള്ളത്. ഫ്രോക്കിൻ്റെ യോക്ക് പോർഷനിൽ എംബ്രോയ്ഡറിയോട് മാച്ച് ചെയ്ത് ടിയാരയും ബൂട്ടീസും ക്യാൻഡിലും ചെയ്തിട്ടുണ്ട്. പിങ്ക്, പീച്ച് ആൻഡ് ഓഫ് വൈറ്റ് ഷെയ്ഡിലെ ഡ്രൈ ഫ്ലവേഴ്സാണ് ക്യാൻഡിലും ബൂട്ടീസിലും ഹെയർ ബാൻഡിലും ടിയാരയിലും വെച്ചിട്ടുള്ളത്. ഞങ്ങളിവിടെ ബാപ്റ്റിസം സെറ്റ്സ് റെഡി ചെയ്ത് വെച്ചിട്ടില്ല. കസ്റ്റമർ ഓർഡർ അനുസരിച്ചാണ് ബാപ്റ്റിസം സെറ്റ്സ് ചെയ്യുന്നത്. ഓരോരുത്തരുടെയും ആവശ്യം അനുസരിച്ചുള്ള ആക്സസറീസാണ് ചെയ്തു കൊടുക്കാറുള്ളത്. അടുത്ത ഫ്രോക്ക് നെറ്റ് ഫാബ്രിക്കിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫ്രോക്കിൻ്റെ ലോവർ പോർഷനിലോട്ട് നിറയെ ഹാൻഡ് വർക്ക് മോട്ടീവ്സ് വരുന്ന ഒരു ഫാബ്രിക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആ ഹാൻഡ് വർക്ക് മോട്ടീവ്സിനോട് മാച്ച് ചെയ്ത് ഒരു ഹാൻഡ് വർക്ക് ലേസ് വെച്ചിട്ടാണ് സ്ലീവ്സ് ചെയ്തേക്കുന്നതും ഈ ഫ്രോക്കിൻ്റെ ലോവർ പോർഷനിൽ ആഡ് ചെയ്തിട്ടുള്ളതും. ഈ ലേസും ആപ്ലിക് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് ലോവർ പോർഷനിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഫ്രോക്കിൻ്റെ യോക്ക് പോർഷനിൽ പിൻടെക്സും ഹാൻഡ് വർക്കുമാണ് ചെയ്തിട്ടുള്ളത്. സെയിം ഹാൻഡ് വർക്ക് ഫാബ്രിക് വെച്ചിട്ട് തന്നെയാണ് ബൂട്ടീസും മാച്ച് ചെയ്തിട്ട് ഒരു ബോണറ്റും ചെയ്തിട്ടുണ്ട്. ഈ ബോണറ്റിൻ്റെ എൻഡ്സും ഹാൻഡ് വർക്ക് ലേസസ് ഒക്കെ വെച്ച് അറ്റാച്ച് ചെയ്ത് ടൈ ചെയ്യാൻ ഒരു സ്ട്രിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രോക്കിൻ്റെ ബാക്ക് സൈഡിൽ പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഡബിൾ ബോ ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഫ്രോക്ക് നെറ്റ് ഫാബ്രിക്കിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. യോക്ക് പോർഷനിലേക്ക് എംബ്രോയ്ഡർഡ് നെറ്റ് കൊടുത്ത് താഴേക്ക് പ്ലെയിൻ നെറ്റും നെറ്റിൻ്റെ താഴെയായിട്ട് ലേസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. സ്ലീവ്ലെസ് ആയിട്ട് പ്ലീറ്റഡ് പാറ്റേണിലാണ് ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുള്ളത്. വേസ്റ്റ് പോർഷനിലായിട്ട് ഫ്ലോറൽ വേസ്റ്റ് ബാൻഡ് കൊടുത്തിട്ടുണ്ട്. ആ വേസ്റ്റ് ബാൻഡിനോട് മാച്ച് ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സ് തന്നെയാണ് ഹെയർ ബാൻഡിലും കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഫ്ലവേഴ്സ് വെച്ചിട്ട് ഒരു ബൂട്ടീസും കൂടെ ചെയ്തിട്ടുണ്ട്. പിങ്ക്, ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഈ ഫ്രോക്കിനോട് മാച്ച് ചെയ്ത് ടിയാരയും ക്യാൻഡിലും കൂടെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാപ്റ്റിസം സെറ്റിൻ്റെ കൂടെ വിരിച്ച് കിടത്തുന്ന ഷീറ്റും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ സെമി സിൽക്ക് ഫാബ്രിക്കിലാണ് ഈ ഒരു ഷീറ്റ് ചെയ്തിട്ടുള്ളത്. ഷീറ്റിൻ്റെ ചുറ്റും ബോർഡറിൽ ചെറിയൊരു ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. ബേബിയുടെ പേര് എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. ബാപ്റ്റിസം സെറ്റ്സ് ചെയ്യുമ്പോൾ ബേബീൻ്റെ ഫ്രോക്കിൻ്റെ പാറ്റേൺ അനുസരിച്ചാണ് മെയിൻലി ബാപ്റ്റിസം സെറ്റിൻ്റെ റേറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഫ്രോക്ക് പ്യുവർ ഓർഗൻസ ഫാബ്രിക്കിൽ ചെയ്തിരിക്കുന്ന ഒരു സിമ്പിൾ ഫ്രോക്കാണ്. ഈ ഒരു ഫ്രോക്കിൻ്റെ നെക്കിൻ്റെ പോർഷനിലായിട്ടാണ് വർക്ക് കൊടുത്തിട്ടുള്ളത്. ഫ്രോക്കിൻ്റെ ലോവർ പോർഷൻ സ്കാലോപ്പ് വർക്ക് ചെയ്തിട്ടാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഓഫ് വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷനിലാണ് ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുള്ളത്. അടുത്ത ബാപ്റ്റിസം ഫ്രോക്ക് നെറ്റ് ഫാബ്രിക്കിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സെയിം പാറ്റേണിൽ ബേബീൻ്റെ സിസ്റ്ററിനും ഒരു ഫ്രോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ യോക്ക് പോർഷൻ എംബ്രോയ്ഡർഡ് നെറ്റ് ഫാബ്രിക് കൊടുത്ത് യോക്കിലായിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലായിട്ട് ബാക്കിലൊരു ബോവും കൂടെ കൊടുത്തിട്ടുണ്ട്. പ്ലീറ്റഡ് പാറ്റേണിൽ സ്ലീവ്ലെസ് ആയിട്ടാണ് ഈ ഒരു ടോപ്പ് ചെയ്തിട്ടുള്ളത്. സിസ്റ്ററിൻ്റെ ഡ്രസ്സ് ചെയ്തപ്പോൾ ബട്ടർഫ്ലൈ സ്ലീവ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അടുത്ത ഫ്രോക്ക് നെറ്റ് ഫാബ്രിക്കിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്.
താഴെ ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് ഡൈ ചെയ്ത് കളർ ആഡ് ചെയ്തിട്ടുള്ളത്. മാച്ച് ചെയ്തിട്ടുള്ളൊരു വേസ്റ്റ് ബാൻഡാണ് വേസ്റ്റ് ലൈനിൽ കൊടുത്തിട്ടുള്ളത്. യോക്ക് പോർഷനിലായിട്ട് എംബ്രോയ്ഡേർഡ് നെറ്റാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിലൊരു ബോ കൊടുത്തിട്ടുണ്ട്. ഫ്രോക്കിൻ്റെ ലോവർ പോർഷനിൽ വൈറ്റ് ഷെയ്ഡിൽ ഒരു ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫ്രോക്കും ബേബിക്ക് ഫുൾ ലെങ്ത്തിൽ കിടക്കുന്ന ഒരു ഫ്രോക്കാണ്. ഫ്രോക്കിൻ്റെ കൂടെ മാച്ച് ചെയ്ത് വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ ഹെയർ ബാൻഡും ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ഫ്രോക്ക് ചെയ്തിരിക്കുന്നത് എംബ്രോയ്ഡേർഡ് നെറ്റ് ഫാബ്രിക് വെച്ചിട്ടാണ്. പ്ലീറ്റഡ് പാറ്റേണിൽ യോക്ക് പോർഷനിലായിട്ട് ചെറിയൊരു ലേസും കൊടുത്തിട്ടുണ്ട്, വേസ്റ്റ് ബാൻഡും കൊടുത്തിട്ടുണ്ട്. എംബ്രോയ്ഡേർഡ് നെറ്റ് വെച്ച് ബട്ടർഫ്ലൈ സ്ലീവ്സും സ്ലീവിൻ്റെ എൻഡ്സിലും ലോവർ പോർഷനിലും ഒരു ചെറിയ ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓഫ് വൈറ്റ് ആൻഡ് ഗോൾഡൻ കോമ്പിനേഷനിലാണ് ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഫ്രോക്കിൻ്റെ കൂടെ മാച്ച് ചെയ്ത് വിരിച്ച് കിടത്തുന്നൊരു ഷീറ്റ്, ആ ഷീറ്റിൽ നെയിം എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. ചുറ്റും ഒരു ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെറ്റിൻ്റെ കൂടെ മാച്ച് ചെയ്ത് ബൂട്ടീസും കാൻഡിലും ടിയാരയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഒരു ഓഫ് വൈറ്റ് ആൻഡ് ഗോൾഡൻ കോമ്പിനേഷനിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത്രയും ബാപ്റ്റിസം സെറ്റ്സ് കണ്ടപ്പോൾ മനസ്സിലായി കാണും, എല്ലാ ആക്സസറീസും എല്ലാ സെറ്റിലും ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ ഓരോന്നും കസ്റ്റമറിന് ആവശ്യമുള്ള ആക്സസറീസ് മാത്രമാണ് നമ്മൾ ഓരോ സെറ്റിലും ചെയ്യാറുള്ളൂ. അതനുസരിച്ച് ടോട്ടൽ റേറ്റിൽ വ്യത്യാസങ്ങളുണ്ടാവും. അടുത്ത ഫ്രോക്ക് നെറ്റ് ഫാബ്രിക്കിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാണ് ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുള്ളത്. ഫ്രോക്കിൻ്റെ യോക്കിൻ്റെ പോർഷനിലായിട്ടാണ് എംബ്രോയ്ഡറി കൊടുത്തിട്ടുള്ളത്. മാച്ച് ചെയ്തൊരു ഹെയർ ബാൻഡ് കൊടുത്തിട്ടുണ്ട്. ചെറിയ ബട്ടർഫ്ലൈ സ്ലീവ്സ് ആണ് ഈ ഒരു ഫ്രോക്കിന് കൊടുത്തിട്ടുള്ളത്. കുറച്ച് കയറിയ യോക്കോടുകൂടി വന്ന് യോക്കിൻ്റെ അവിടെ നിന്ന് ചെറിയ പ്ലീറ്റ്സ് ആഡ് ചെയ്തിട്ടുള്ളൊരു ഫ്രോക്കാണിത്. ഈ ഒരു ഫ്രോക്കിൻ്റെ കൂടെ മാച്ച് ചെയ്ത് ഹെയർ ബാൻഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് കാണിക്കുന്ന ഫ്രോക്ക് ബാപ്റ്റിസം റിസപ്ഷൻ ഇടാൻ വേണ്ടി കസ്റ്റമർ ഓർഡർ തന്നൊരു ഫ്രോക്കാണ്. പ്ലീറ്റഡ് യോക്കും വേസ്റ്റ് ലൈനിൽ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട്. ലോവർ പോർഷനിലായിട്ടാണ് കളർ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഡബിൾ ഷെയ്ഡ് ഫ്രോക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ ഇടുന്ന ലൈനിങ്ങും അതേപോലെ തന്നെ ഡൈ ചെയ്ത് ഡബിൾ ഷെയ്ഡായിട്ടാണ് ചെയ്യാറുള്ളത്. ഈ ഒരു കളർ ആഡ് ചെയ്തിരിക്കുന്നത് ഫംഗ്ഷൻ്റെ കളർ തീം അനുസരിച്ചുള്ള കളറാണ് ഈ ലോവർ പോർഷനിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ബാക്കിലായിട്ട് സെയിം ലാവൻഡർ ഷെയ്ഡിൽ തന്നെ ഒരു ബോ ആഡ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിൻ്റെ കൂടെ മാച്ച് ചെയ്ത് ഹെയർ ബാൻഡും കൂടെ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാപ്റ്റിസം റിസപ്ഷന് ചെയ്ത നെക്സ്റ്റ് ഒരു ഫ്രോക്കാണിത്. വൈറ്റ് ആൻഡ് പീച്ച് കോമ്പിനേഷനിലാണ് ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുള്ളത്. യോക്ക് പോർഷനിലായിട്ടാണ് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളത്. ലോവർ പോർഷനിലാണ് ആ ഡൈ കളർ ആഡ് ചെയ്തിട്ടുള്ളത്. വേസ്റ്റ് ലൈനിലായിട്ട് പീച്ച് കളർ ഒരു ബാൻഡും ഡബിൾ ബോവും കൂടെയാണ് കൊടുത്തിട്ടുള്ളത്. മാച്ച് ചെയ്ത് ഹെയർ ബാൻഡ് ഓഫ് വൈറ്റ് ആൻഡ് പീച്ച് കോമ്പിനേഷനിൽ ഹെയർ ബാൻഡും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ വരുന്ന ബാപ്റ്റിസം സെറ്റ്സ് എല്ലാം 5000+ പ്രൈസ് റേഞ്ചിൽ വരുന്ന സെറ്റ്സ് ആണ്. ഓരോ സെറ്റിൻ്റെയും പ്രൈസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് മെയിൻലി ആ ഫ്രോക്ക് പാറ്റേൺ അനുസരിച്ചാണ്. ഞങ്ങളിവിടെ യൂഷ്വലി ചെയ്യാറുള്ളത് ബാപ്റ്റിസം ഫ്രോക്സ്, റിസപ്ഷൻ ഇടാനുള്ള ഫ്രോക്സ്, ബൂട്ടീസ്, ഹെയർ ബാൻഡ്, കാൻഡിൽ, ടിയാര, വിരിച്ച് കിടത്തുന്ന ഷീറ്റ്, പിന്നെ ബാസ്ക്കറ്റ്സ്. ഈ ഓരോ ആക്സസറീസിനും സെപ്പറേറ്റ് റേറ്റ്സ് ആണ്. അപ്പോൾ ഓരോരുത്തർക്കും എന്തൊക്കെയാണോ ഒരു സെറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ സെറ്റും ചെയ്തു കൊടുക്കുന്നത്. ബാപ്റ്റിസം സെറ്റ്സിൽ യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന ഫാബ്രിക്സ് നെറ്റ്, ലിനൻ സാറ്റിൻ, ഓർഗൻസ. നെറ്റിൽ പ്ലെയിൻ നെറ്റും യൂസ് ചെയ്യാറുണ്ട്, എംബ്രോയ്ഡേർഡ് നെറ്റ്സും യൂസ് ചെയ്യാറുണ്ട്, അതേപോലെ എംബ്രോയ്ഡേർഡ് ഓർഗൻസ യൂസ് ചെയ്യാറുണ്ട്. ഓരോ ഫ്രോക്കുകളും നമ്മൾ ചൂസ് ചെയ്യുന്ന മെറ്റീരിയൽ അനുസരിച്ച്, പാറ്റേൺ അനുസരിച്ച്, ഹാൻഡ് വർക്കുകൾ ഉണ്ടെങ്കിൽ അതനുസരിച്ച്, ഡൈയിങ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഒക്കെയാണ് ടോട്ടൽ റേറ്റ് വരുന്നത്. ഹാൻഡ് വർക്ക് ലേസസ് വെച്ച് ചെയ്തിരിക്കുന്ന ബൂട്ടീസാണ് ഇതിൽ കാണിക്കുന്നത്. ഫ്രോക്കിൻ്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്ന ബോയിൻ്റെ ഉള്ളിലും നിറയെ പിങ്ക് ആൻഡ് വൈറ്റ് ബീഡ്സാണ് ഫില്ല് ചെയ്തിട്ടുള്ളത്. അഗെയിൻ എംബ്രോയ്ഡേർഡ് നെറ്റ് ഫാബ്രിക്കും ലേസും കൂടെ വെച്ചിട്ടുള്ളൊരു ബാപ്റ്റിസം ഫ്രോക്കാണ്. ഇത് എംബ്രോയ്ഡേർഡ് നെറ്റ് ഫാബ്രിക് വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ബാപ്റ്റിസം ഫ്രോക്കാണ്. അടുത്തത് നെറ്റ് ഫാബ്രിക്കിൽ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ ചെയ്തിരിക്കുന്ന ഫ്രോക്കാണ്. നെക്സ്റ്റ് ഓർഗൻസ ഫാബ്രിക്കിൽ പ്ലീറ്റഡ് പാറ്റേണിൽ ചെയ്തിരിക്കുന്ന ഒരു ബാപ്റ്റിസം ഫ്രോക്കാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കണ്ട പാറ്റേൺസ് അനുസരിച്ച് നമുക്ക് ഏതൊരു കളർ തീം അനുസരിച്ചും നമ്മുടെ ബാപ്റ്റിസം സെറ്റ് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അത് ഫ്ലവേഴ്സ് ചെയ്യുമ്പോൾ ഫ്ലവേഴ്സിൽ നമുക്ക് മാച്ചിങ് വരുത്താം, അല്ലെങ്കിൽ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ എംബ്രോയ്ഡറിയിൽ മാച്ചിങ് വരുത്താം, അല്ലെങ്കിൽ ഡൈ ചെയ്തിട്ടാണ് നമുക്ക് ആ മാച്ചിങ് വരുത്തുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മുടെ ചോയ്സ് അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള കളർ തീം അനുസരിച്ച് ബാപ്റ്റിസം സെറ്റ്സ് ഡിസൈൻ ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ചില കസ്റ്റമേഴ്സ് ബാപ്റ്റിസം സെറ്റ്സ് എപ്പോഴും വൈറ്റ് ആയിട്ട് മാത്രം പ്രിഫർ ചെയ്ത് റിസപ്ഷന് ചെയ്യുന്ന ഡ്രസ്സിലായിരിക്കും അവർ കളേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇത് ബാപ്റ്റിസം കഴിഞ്ഞിടാനായിട്ട് ചെയ്തേക്കുന്ന ഒരു ഡ്രസ്സാണ്. ഈ ഒരു ഫ്രോക്കിൽ എംബ്രോയ്ഡറി ഫ്ലവേഴ്സിലാണ് കളേഴ്സ് കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾക്ക് ബാപ്റ്റിസം സെറ്റ്സ് റെഡിമെയ്ഡ്സ് അവൈലബിൾ അല്ല, ഓർഡർ അനുസരിച്ച് മാത്രമാണ് ചെയ്യുന്നത്. കസ്റ്റമൈസ് ചെയ്യാനായിട്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ 1 month ടൈം ഗ്യാപ്പിൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാനായിട്ട് എപ്പോഴും ട്രൈ ചെയ്യുക.
എല്ലാ ഓർഡേഴ്സും 1 മന്ത് ടൈം ഗ്യാപ്പിലാണ് ചെയ്തു കൊടുക്കുന്നത്. ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാനായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പാറ്റേൺ, നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്ന പാറ്റേൺ ഏതാണെന്നുള്ളതും ഏതെങ്കിലും കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് താല്പര്യമുള്ളതുണ്ടെങ്കിൽ അതും കിട്ടേണ്ട ഡേറ്റും മെൻഷൻ ചെയ്തിട്ട് വാട്സാപ്പ് മെസ്സേജസ് അയയ്ക്കുക. ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് യൂഷ്വലി നമ്മളൊരു മെഷർമെൻറ്റ് ചാർട്ട് കൊടുക്കാറുണ്ട്. അതനുസരിച്ച് മെഷർ ചെയ്ത് തരാൻ ഒരു ഓപ്ഷനുണ്ട്. അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ്സിലാണ് ബാപ്റ്റിസം സെറ്റ്സ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്യുന്നുണ്ട്. പക്ഷേ മെഷർമെൻറ്റ്സ് എടുത്ത് തരുന്നതാണ് ഞങ്ങളെപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ഓൺലൈൻ ഓർഡേഴ്സിലും ഓഫ്ലൈൻ ഓർഡേഴ്സിലും ഓർഡർ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു റഫ് ഡ്രോയിങ് കസ്റ്റമറിന് കൊടുക്കാറുണ്ട്. ആ ഡ്രോയിങ്ങിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തതിന് ശേഷം ഫൈനൽ ഡ്രോയിങ് ആക്കിയിട്ട് അതനുസരിച്ചാണ് ഫൈനൽ പ്രൊഡക്റ്റ് ചെയ്യുന്നത്.